ഇങ്ങനെ പോകണ്ട കുഴപ്പമില്ല. അള്ളാന്റെ ഒരു ഒറ്റ സൂര്യ അള്ളാഹ് പഠിച്ച ഭൂമി എട്ടാകെ ഇപ്പൊ നിങ്ങളടുത്ത് വളർപ്പ പിന്നെ നമ്മളോട് കാണണ്ട ഇല്ല. അപ്പൊ നമ്മൾ അള്ളാനെയാണ് ഇപ്പൊ ആരാധിക്കേണ്ടത്. ആൾക്കാർ കൊടുക്കണേ അമ്പലത്തിക്കൊക്കെ പോകുമ്പോ അപ്പൊ പഠിച്ചപ്പോ ദുബൈ കാണിച്ചപ്പോ പെരമപ്പിരാന്തായി ഫുള്ള് പെരമപ്പിരാന്ത്. വേറെ ഒരു ഭ്രാന്തും ഇല്ലല്ലോ ഇപ്പൊ. ആൾക്കാർ പൈസ ഉള്ള കാര്യങ്ങൾ വരിക പൊളിക്കുക. നമ്മള് 10 ഉറുപ്പ്യ വെച്ചാൽ കണ്ടവരെ കണ്ടില്ല. അതന്നെ ഒരു 10 ഉറുപ്പ്യ വെച്ചാൽ നമ്മളെ കണ്ടവരെ കണ്ടു. അവരൊക്കെ ഫുള്ള് പേര 1,000 ഉറുപ്പ്യക്ക് ഭ്രാന്തെടുക്കലാണ്. ഒക്കെ കൂടി ഒരു ആട്ടലുണ്ടാവും പേര്. പഠിച്ച ദുബൈ കാണിച്ചപ്പോ അള്ളാനൊക്കെ മാറും നിൽക്കുന്ന ആൾക്കാർ. ചക്കൊക്കെ വെട്ടാൻ തെങ്ങിന്റെ ഇടുക, തോട്ടുകൂടി കീപ്പട്ടാക്കുക. തോട്ടുകൂടി കീപ്പട്ടാക്കാൻ പരിപാടി എന്താണ്? തോട്ടുകൂടി കീപ്പട്ടാക്കുക, തെങ്ങിന്റെ വെട്ടിയിട്ട്. പണ്ടേ ആർക്കും വേണ്ട പണ്ടേ ആൾക്ക് ചക്ക ബിരിയാണി. ചക്ക ബിരിയാണിയാ? ശരി. പണ്ട് കാലത്ത് ചക്ക ബിരിയാണി. പണ്ട് കാലത്ത് ചക്ക ബിരിയാണിയായിരുന്നു. ഇപ്പൊ തോട്ടുകൂടി ഇപ്പൊ കാട, ആട്, സ്പ്രിങ്, കോഴി പറ്റൂല. സ്പ്രിങ് എന്താ കോഴിയാണ്. എന്തെല്ലാം ആണല്ലേ. പഠിച്ചാനൊക്കെ ആയതാണ്. എല്ലാം കൂടി ബീച്ചാണ്ട് പോണേക്ക് പോകും. അല്ല പഠിച്ചായത് എനിക്ക് അള്ളാനൊക്കെ സമ്മതിക്കണം. ഇത്ര എണ്ണത്തിന് അള്ളാഹ് തിന്നാൻ കൊടുക്കണില്ലേ? അപ്പൊ നമ്മൾ അള്ളാന്റെ ആരാധിക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി ജയിലിനെ ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഏത് പള്ളിക്കലും അള്ളാനെയാണ് വിളിക്കുന്നത്. നമ്മള് അള്ളാഹ് പഠിച്ച ഭൂമി ഒട്ടാകെ അള്ളാനല്ലേ വിളിക്കുന്നത്. അല്ലെ കുഞ്ഞാലിക്കുട്ടിയെ മഞ്ചാണ്ടിയെന്ന് എവിടെയും വിളിക്കണ്ട. ഇല്ല. പിന്നെ അള്ളാന്റെ മുതലേച്ച് കളിക്കല്ലേ ഇവലൊക്കെ. ബലിതല്ലല്ലോ ഇപ്പത്. അള്ളാന്റെ പേരും പറഞ്ഞാണ്ട് ബലി അള്ളാന്റെ മുതൽ വെച്ച് കളിക്കാണ്. ബലിക്ക് ഇവിടെ ആർക്കും മുതലില്ല. ഇപ്പൊ എല്ലാരും വിൽക്കുന്നത് പഠിക്കുന്നത്. ബലി എല്ലാരും പറയാം ഒക്കൂല. ഇപ്പൊ നാളെ ഹുസൈൻ പറയും മീൻ വിറ്റിട്ട് 10 ഉറുപ്പ്യ വിറ്റ ഒക്കൂല. അള്ളാഹ് ഒരു ബഹറുണ്ടാക്കി കുറെ മീനായിട്ട് ഉണ്ടാക്കി അത് പറയും. എന്നിട്ട് ആ മീനിനെ കൊടുത്താണ്ട് ഓല് വിൽക്കുന്നത് ഓൽക്ക് ഒക്കൂല. അങ്ങനെ ഓലുണ്ടാക്കിയ മാതിരിയാണ്. അപ്പലിട്ട് ആരും ഉണ്ടാക്കിയിട്ടപ്പോ തേങ്ങാക്കെന്നാള് പറയാം 10 ഉറുപ്പ്യക്ക് വിറ്റ ഒക്കൂല. പഠിച്ചൊരു ബഹറുണ്ടാക്കി മീൻ ഇങ്ങനെ കൊടുന്നുണ്ടാക്കുക.